ഒരു കാര്യത്തെ നമ്മൾ പഠിക്കുന്നത് കേവലം പുസ്തകത്തിലൂടെ മാത്രമല്ല. പുസ്തകത്തിലൂടെ നിങ്ങൾ പഠിക്കുന്നതിന് ഒപ്പം നമ്മൾ ഗുരുനാഥന്മാരുടെ ആചാരത്തെയും വ്യവഹാരത്തിനെയും കൂടി പിന്തുടരേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് 5 പേര് ചർച്ച ചെയ്യുന്നു. ഒരു ഗുരുവിൻ്റെ കീഴിൽ പഠിക്കുന്ന 5 പേര് ചർച്ച ചെയ്യുന്നു. അവിടെ അത് കണ്ടു നിൽക്കാൻ ഒരു ഗുരുവില്ല, അതിനകത്ത് തെറ്റുകൾ തിരുത്താൻ ഒരു ഗുരുവില്ല, അതിലെ ശരികൾ കണ്ടെത്താനോ അതിൽ ശരികളെ വലിയൊരു ശരിയിലേക്ക് അവരെ കൊണ്ടുപോകാനോ ഒരു ഗുരുവില്ല. അങ്ങനെ വരുന്ന ചർച്ചകളുടെ ഒരു പ്രശ്നം അവർ വീണ്ടും വീണ്ടും തെറ്റുകളെ മനനം ചെയ്യുമെന്നുള്ളതാണ്. പലപ്പോഴും നമ്മളൊരു ഗുരുവിൻ്റെ കീഴിൽ പഠിക്കുന്ന സമയത്ത്, ആചാര്യൻ്റെ കീഴിൽ പഠിക്കുമ്പോൾ പഠിച്ച വിഷയങ്ങളെ സംബന്ധിച്ച് ആചാര്യനുമായി ഇരുന്ന് സംസാരിക്കാനുള്ള ആചാര്യൻ്റെ ആചാരവും ആചാര്യൻ്റെ വിചാരവും ആചാര്യൻ്റെ അതുപോലെ തന്നെ എന്ത് വേണം, അദ്ദേഹത്തിൻ്റെ ശൈലികളും ഒക്കെ നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ സൗശീല്യങ്ങളിലൂടെ ഈ പ്രാക്ടിക്കലായിട്ട് ത്യാഗപൂർവം എങ്ങനെയാണ് ഭോഗിക്കുക എന്നൊക്കെ മനസ്സിലാവും. ശാസ്ത്രങ്ങളെ പുസ്തകങ്ങളിലൂടെ മാത്രം തിരിച്ചറിയാൻ സാധിക്കില്ല. യു ക്യാൻ ട്രൈ ഡെഫിനറ്റ്ലി, ബട്ട് ഒരാളുടെ ഹെൽപ്പ് ഇതിനകത്ത് ആവശ്യമുണ്ട്. അപ്പം നമുക്ക് അയാളുടെ ഒരു വ്യക്തിയുടെ പഠനത്തിൽ നമുക്കൊരു ഗുരുവിൻ്റെ ആവശ്യം അവിടെയാണ് വരുന്നത്. ഒരു ആചാര്യൻ്റെ ആവശ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഡെമോൺസ്ട്രേഷനിലൂടെ പഠിക്കുമ്പോഴാണ് വരുന്നത്. അപ്പോൾ അവിടെ ഒരു വിസ്ഡം രൂപപ്പെടുന്നുണ്ട്, ഒരു വിജ്ഞാനം രൂപപ്പെടുന്നുണ്ട്. അത് കേവലം പുസ്തകങ്ങളിൽ മാത്രം അടിസ്ഥാനത്തിലല്ല. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.